ഓഹോ, ഭയങ്കര അധ്വാനമാണല്ലോ. അങ്ങനെ ആ പെമ്പിള്ളേർ, അല്ലാതെ പപ്പുവിനെ പോലെ തെക്ക് വടക്ക് നടക്കുവാണോ? എന്താ പപ്പു ഇത്? ഒന്നുമില്ല. എന്താ ഒന്നുമില്ലേ? ദേ ഉള്ളത് പറഞ്ഞു. ആരുമായിട്ട് അടിപിടി കൂടിയത്? അടിപിടി കൂടിയിട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെയാ ഇത്? കാറ്റടിച്ചങ്ങ് മുറിഞ്ഞു പോയോ? ഇതിന് നഖം കൊണ്ട് മുറിഞ്ഞതാ. നഖം കൊണ്ട് മുറിഞ്ഞ ഇങ്ങനെ? എന്തിനാ പപ്പു കള്ളം പറയുന്നത്? പപ്പു ഇപ്പോഴും കൊച്ചുകുട്ടിയാണോ? ഒന്നുമില്ലെന്നേ. ആഹാ, പപ്പൂസ് വന്നല്ലോ. പപ്പൂസേ, ആ ബ്ലൗസ് നിങ്ങടുത്ത്. ഏത് ബ്ലൗസ്? ദേ ആ മഞ്ഞ ബ്ലൗസ്. നല്ല കുട്ടിയല്ലേ, ഒന്ന് എടുക്ക പപ്പൂസേ. ഓ വെളിച്ചം അറിയാതെ മാറി നിൽക്ക് പപ്പൂസേ. ആവശ്യത്തിനുള്ള വെളിച്ചൊക്കെ എവിടെയുണ്ട്? ഇനി കണ്ണു കാണുന്നില്ലേ? ഒരു കണ്ണട വാങ്ങി ഫിറ്റ് ചെയ്യും. ഞാനൊരു കണ്ണട വെച്ചാൽ എങ്ങനെ ഇരിക്കും? ചന്തമായിരിക്കും. ഒരിടത്തിലെ പാവലന് നോക്കൂത്തി വെച്ച പോലെ ഇരിക്കും. അയ്യ അയ്യ. ഒന്ന് മാറി നിൽക്ക് പപ്പൂസേ. പപ്പൂസേ, ആ സൈഡിലോട്ട് മാറി നിൽക്കാൻ. വെറുതെ എന്റെ ജോലി മുടക്കരുത്. ഞാൻ ഈ മെഷീൻ ചവിട്ടുന്ന എങ്ങനെയാന്ന് പഠിക്കുകയായിരുന്നു. ഞാൻ എത്ര കാലമായി രചിച്ചോട് പറയുന്നു എന്നെ ഒന്ന് തയ്യൽ പഠിപ്പിച്ചേക്കണമെന്ന്. തയ്യൽ പഠിച്ചിട്ട് എന്തിനാ? ടൈലർ ഷോപ്പ് തുടങ്ങാൻ പോകുന്നു? ചിരിക്കൊന്നും വേണ്ട.
ചെറുപ്പത്തിലേ എന്റെ ആശ ആരാകാനായിരുന്നു അറിയാമോ? ഒരു തയ്യൽക്കാരനാവാൻ. ചെറുപ്പത്തിലോ? അപ്പൊ ഇപ്പോഴാരാകാൻ ആശ? തീപ്പെട്ടി ഉണ്ടോ സാറേ? ഇങ്ങനൊക്കെ ഉണ്ടാവും. എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. ഒറ്റയാളെ കിട്ടിയില്ല രകേശൻ എന്ന് പറഞ്ഞ ലൈബ്രറിയില്. ശരി. ഇതുവരെ എവിടെയായിരുന്നു? ലൈബ്രറിയില്. അവിടെ വാർഷികത്തിന് ഇനി 2 ആഴ്ചയുള്ളൂ. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ സാർ എപ്പോഴും ഭയങ്കര വഴക്കാ. അപ്പൊ ഗോവെന്നും പറഞ്ഞ ഉള്ളതാണല്ലോ ചേച്ചി. എടാ ഉള്ളതാണോ? എടാ പപ്പു, നീ സിഗരറ്റ് വലിച്ചോ? അയ്യോ ഇല്ല ഇല്ല ചെറിയമ്മേ. മുഖത്ത് നോക്കി കള്ളം പറയുന്നു. വളർന്നു പോയെന്നൊന്നും ഞാൻ കൂട്ടാക്കത്തില്ല. അടിച്ചു നിന്നെ മൂലയിൽ ഇരുത്തിക്കളയാൻ പറഞ്ഞേക്കാം. ഞാൻ അച്ഛൻ എഴുതട്ടെ. ഇക്കണക്കിന് നിന്നെ ഹോസ്റ്റലിലേക്ക് അയച്ചാൽ നീ എന്തൊക്കെ ചെയ്യില്ലടാ? നീയാണ് ഈ വീട്ടിലെ മൂത്ത കുട്ടി. നിന്നെ കണ്ടുവേണം മറ്റുള്ളവർ പഠിക്കാൻ. അത് ഓർമ്മ